ഇപ്പോൾ ഷാഫി പറമ്പിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷാഫി പറമ്പിൽ, എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞത് ബി.ജെ.പിക്കൊപ്പം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഇടപെടും എന്നുള്ളതാണ്. ഇപ്പോൾ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് ഈ ഒരു സമയത്ത് പ്രതികരിക്കാനുള്ളത്? നിർബന്ധമായിട്ടും അതിശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കിടക്കണം. വേറെ എന്താ ഇതിനകത്ത് ന്യായീകരിക്കാൻ കഴിയുക? ബി.ജെ.പി ആണെങ്കിൽ കൊടുത്തോട്ടെ നോക്കാൻ പറ്റുമോ? അവരുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിലിലാന്ന് പറയാൻ പറ്റുമോ? ഇത് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കാൻ നോക്കല്ലേ രാജ്യം ഭരിക്കുന്ന പാർട്ടി. അവരുണ്ട് പല സോഴ്സുകളിൽ നിന്നുണ്ടാക്കിയ പൈസ മുഴുവൻ ഇങ്ങനെ വോട്ടർമാരിലേക്ക് തള്ളിയിട്ട് ഒരു നാട്ടിലെ ജനവിധിയെ ഇങ്ങനെ അട്ടിമറിക്കാൻ നോക്കാണ്. ഡയറക്റ്റ് കാൻഡിഡേറ്റ് തന്നെ 4-5 കാരം കൊണ്ട് നടന്നിട്ട് അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി വീട് തോറും പൈസ കൊടുക്കുന്ന നോർത്ത് ഇന്ത്യൻ കൾച്ചറൊക്കെ ഇവിടെ ഇംപ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ലേ. ഇത് കേരളീയ പൊതുസമൂഹവും അതീവ ഗൗരവത്തോടെ കാണണം. പാലക്കാട്ടെ മാത്രം ഇഷ്യൂ അല്ല. ബി.ജെ.പി എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വിസിറ്റിന് പോലും ഒരു ഇമ്പാക്റ്റും ഇല്ല എന്നുള്ളത് അവർ അംഗീകരിക്കുകയല്ലേ. നേരായ മാർഗത്തിൽ അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നുള്ളത് തെളിയിക്കുന്നത്, ജയിക്കാനും കഴിയില്ല എന്നുള്ളത്. ഷഫി, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത് കണ്ണാടിയിൽ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ണാടിയിൽ ഇത്തരത്തിൽ പണം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് കണ്ണാടിയിൽ മാത്രമല്ല, മാത്തൂർ അടക്കം മറ്റു പലയിടങ്ങളിലും സമാനമായി പണം വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആണ് പറയുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം വസ്തുതയുണ്ടാകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തന അവലോകനം നടത്തുമ്പോഴൊക്കെ അവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അതിപ്പോ നമ്മൾ പറയാന്നുള്ളതല്ലാണ്ട് അതിനൊരു തെളിവോ സാധനം ഹാജരാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പല്ല, ഈ ഒരു വീട്ടിൽ കൊണ്ട് മാത്രമായിട്ട് ഇത് കൊടുത്ത് ഇവർ ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുമോ? ഈ 4 വണ്ടിയും കൊണ്ട് നടക്കുന്നതും പുറത്തുള്ള ആളുകൾ ബാഗും കൊണ്ട് ഉള്ളിൽ കയറുന്നതും ഇവിടെ മാത്രം കൊടുക്കുക, ആ ഒരു വീട്ടിൽ മാത്രം പൈസ കൊടുത്തിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുമോ അവർ? ഇത് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്നലത്തെ കലാശക്കൊട്ടിനെ സംബന്ധിച്ച് പോലും അതിലെ വരുന്ന ആൾക്കാർക്കുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സീരിയസ് ആയിട്ടുള്ള സംശയങ്ങളും ആക്ഷേപങ്ങളും പാലക്കാട്ടെ പൊതുസമൂഹത്തിന്റെ ഇടയിലുണ്ട്. ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് അതിനാളെ കൂട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് അന്വേഷിച്ച് നോക്കും. സീരിയസ് ആയിട്ടുള്ള സംശയങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. ഇത് തെളിവ് സഹിതം ഇത് പുറത്തു വന്നപ്പോൾ ഇനിയിപ്പോ നിഷേധിക്കാനും കഴിയില്ല. കണ്ണാടി പഞ്ചായത്തിലെ ഒരു വീട്ടിൽ കയ്യിൽ പൈസ മടക്കി കൊടുത്തു വെച്ചിട്ട് ഇലക്ഷൻ ജയിക്കാൻ ശ്രമിക്കില്ലല്ലോ. വ്യാപകമായി ചെയ്തിട്ടുണ്ടാവും. സ്ഥാനാർത്ഥിത്വത്തിന് അയോഗ്യത കൽപ്പിക്കണം. കാരണം സ്ഥാനാർത്ഥിയുടെ പ്രസൻസിലാണ് ഇതൊക്കെ നടക്കുന്നത്. അവരെ സ്ഥാനാർത്ഥിത്വത്തിന് അയോഗ്യത കൽപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു ദൃശ്യങ്ങൾ, പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഈ വീഡിയോ ചിത്രീകരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുമുള്ള ഇത്തരം നടപടികൾ ഒക്കെ എത്രമാത്രം അഭികാമ്യമാണ് ഈ ഒരു സമയത്ത്? അല്ല, അവര് വീഡിയോ ചിത്രീകരിക്കുന്നവർ ദേഷ്യപ്പെടുന്നതൊക്കെ വേറെ കാര്യം. അവര് നേരെ നടന്നിട്ട് ഈ പൈസ സ്ഥാനാർത്ഥി തന്നെ നേരെ നടന്നിട്ട് ഇത് കൊടുക്കാന്ന് പറയുന്നത് അതല്ലേ ഏറ്റവും അഭികാമ്യമല്ലാത്തത്. ഒരു കാൻഡിഡേറ്റ് ആളെയും കൂട്ടി വീട് തോറും നടന്നിട്ട് പാവങ്ങളുടെ സാമ്പത്തിക പരാധീനത അതിനെ മുതലെടുത്തിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പൈസ കയ്യിൽ മടക്കി അതങ്ങനെ പാലക്കാടിനെ വിലക്ക് വാങ്ങാൻ കിട്ടുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് പാലക്കാടിനെ ഇതുവരെ മനസ്സിലായിട്ടില്ല. പാലക്കാട് ജനത എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരുടെ രാഷ്ട്രീയ ബോധം പ്രബുദ്ധത എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പാലക്കാടൊന്നും അങ്ങനെ വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന സ്ഥലമല്ല. അത് ബി.ജെ.പി സ്ഥാനാർത്ഥി മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി പ്രചരണത്തിന് പോയപ്പോൾ ഇത്തരത്തിൽ കുറച്ച് ആളുകൾ വന്ന് തടയുകയും അത് വലിയ തരത്തിൽ വിഷയമാവുകയും ചെയ്തു. ഇപ്പോൾ ഇത്തരത്തിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നു. അപ്പോഴൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ കേരളത്തിൽ പാലക്കാട് ആ രീതിയിൽ സമാനമായ രീതിയിൽ ബി.ജെ.പി നടപ്പാക്കുകയല്ലേ? യഥാർത്ഥത്തിൽ ആ വീഡിയോ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോ ആരെങ്കിലും ഒരാൾ കണ്ണുകൊണ്ട് കണ്ടു, അത് പറഞ്ഞു എന്നുള്ളതാണെങ്കിൽ ആരെങ്കിലും അതിനെ ഈ പറയുന്ന നടപടികളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഇടപെടുമായിരുന്നു. അപ്പം ആവർത്തിച്ചു പറയുന്നു, അവർ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ തന്നെ, ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാൻ, ജനാധിപത്യത്തിന്റെ ശത്രുക്കളായിട്ടാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയും പ്രവർത്തിക്കുന്നത്. ഒരു UDF സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇവിടെ കയറാൻ പാടില്ല എന്നുള്ള തിട്ടൂരമാണ്. ഒരു ജനപ്രതിനിധി കൗൺസിലർ വന്നിട്ട് പറയും ഇവിടെ കയറാൻ പാടില്ല. എനിക്ക് സമാനമായ അനുഭവം 2016 ഉണ്ടായി. അന്നും എതിർ സ്ഥാനാർത്ഥി ഈ പറയുന്ന സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. അന്നാണ് ഏറ്റവും മികച്ച 2ാമത്തെ ഭൂരിപക്ഷം പാലക്കാട്ട് UDF കിട്ടിയത്. ഇപ്പം ആവർത്തിച്ച് ഇത് ചെയ്യുന്നു. അപ്പം നേരായി ജനങ്ങൾക്കിടയിൽ സിങ്കായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ പിന്നെ അട്ടിമറിക്കുക, തടയാൻ നോക്കുക, പൈസ കൊടുത്ത് വാങ്ങാൻ നോക്കുക. രൂക്ഷമായ പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാവണം. പാഠം പഠിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാവണമെന്ന് പാലക്കാട്ടെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ അവിടെ എത്രയോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു, പരാജയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരാരും ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് പോയിട്ടില്ലല്ലോ.
അങ്ങനെ പാലക്കാടിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പാലക്കാട് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് ആരും വിചാരിക്കേണ്ട. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പുകളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടാവുക. ആ ശീലം വെച്ചിട്ട് പാലക്കാടിനെ അളക്കരുത്. ഷഫി പറമ്പിൽ, മറ്റൊരു കാര്യം, താങ്കൾ ഏറെക്കാലം പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. താങ്കൾക്ക് അത്രമാത്രം വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം കൂടിയുള്ള മണ്ഡലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടാവുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടായത്. ന്യൂസ് മലയാളമാണ് ഈ ദൃശ്യം ആദ്യം പുറത്തുവിട്ടത് എന്നുകൂടി താങ്കളുടെ ശ്രദ്ധയിൽ ഈ ഒരു സമയത്ത് ഞങ്ങൾ പെടുത്തുകയാണ്. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 തവണ ഇവിടെ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അവിടെ ജയിച്ചവരും പരാജയപ്പെട്ടവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരാരും ആ ജനതയെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല, അണ്ടർമൈൻ ചെയ്യാറില്ല. അവരൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളത്, കുറച്ച് നോട്ടിന്റെ മടക്കുകൾക്കുള്ളൂ പാലക്കാട്ടെ ജനങ്ങൾ. ആരും പാലക്കാട്ടെ ജനതയെ പറ്റി പറയാറില്ല. സാധാരണക്കാരാണ് തിങ്ങി പാർക്കുന്നത്. പക്ഷെ അവരാരും അവരെ വിൽപ്പനക്ക് വെച്ചിട്ടില്ല. ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം പാവതൊന്നും അറിയാതെ അവരുടെ കയ്യിലേക്ക് ഇത് എന്തെങ്കിലും വെച്ചു കൊടുത്താൽ ഉടനെ അങ്ങ് പാലക്കാട്ടെ ജനവിധി അതും വാങ്ങി നേരെ പോയി താമരയിൽ കുത്തുന്നൊക്കെ പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ അവർക്ക് തെറ്റും. ഞാൻ പറഞ്ഞത് പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, അവരുടെ ബുദ്ധിമുട്ടുകളോടുള്ള വെല്ലുവിളിയാണ്. അവരുടെ ചൂഷണമാണ് നടത്തിയിരിക്കുന്നത്. പൈസ കുറെ ഉണ്ട്, അഴിമതി പണം കുറെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് ഇതിനെ മൊത്തം അട്ടിമറിക്കാന്നുള്ള വ്യാമോഹമാണ്. ശരി, വളരെയധികം നന്ദി ഷഫി പറമ്പിൽ ഒരു സമയത്ത് പ്രതികരിച്ചതിന്.